ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കര പെരിങ്ങാല, അതായത് എക്സാക്ട് ലൊക്കേഷൻ നെയിം പറയുകയാണെങ്കിൽ പെരിങ്ങാല എന്നാണ് പറയുന്നത്. നമുക്ക് ബസ് റോഡിൽ നിന്നൊക്കെ ഒരു 150 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. 5 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ് ഈ കാണുന്നത്. അതിനകത്ത് 2 വീടുകൾ സെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 വീടുകളും കൂടിയാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വില്ലകളുടെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാനുള്ളത്. വില്ലകളുടെ ഡീറ്റെയിൽസിലൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ പള്ളിക്കര പെരിങ്ങാലയിലുള്ള ഈ ഒരു വീട്ടിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ഏറ്റവും അടുത്ത ബസ് റൂട്ടിലേക്ക് എത്തണമെങ്കിൽ വെറും 150 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് എത്താം. 8 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇൻഫോ പാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്കൊരു 24 കിലോമീറ്റേഴ്സ് ആണ് ഈ വീട്ടിൽ നിന്നുള്ള ഒരു ദൂരം വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 150 മീറ്റർ മാറിയിട്ട് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മുടെ ഈ ഒരു വില്ലകളിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു 5 വില്ലകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 എണ്ണം സെയിൽ ആയിട്ടുണ്ട്. ബാക്കി ഈ വില്ലകളിലേക്കുള്ള വഴിയെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് പിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ നേരെ കാണുന്ന വീടുകളൊക്കെ സെയിൽ ആയതാണ്. അതുകൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വീടുകളിലേക്ക് എല്ലാം തന്നെയുള്ള വെള്ളം എന്ന് പറയുന്നത് കിണർ ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്കൊരു കിണറുണ്ട്, കോമൺ ആയിട്ടൊരു കിണർ നമുക്ക് എല്ലാ വീടുകളിലേക്കും അതിൽ നിന്നാണ് വാട്ടർ സപ്ലൈ വരുന്നത്. അതുകൂടാതെ നമുക്ക് ഓരോ വില്ലയ്ക്കും KWയുടെ വാട്ടറും കൂടിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. KWയുടെ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ വീടുകൾക്കും 4000 ലിറ്ററിന്റെ കപ്പാസിറ്റി വരുന്ന ടാങ്ക് ആണ് ഓരോ വീടിനും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ധാരാളം സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നതാണെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. 4000 ലിറ്ററിന്റെ ആ ഒരു ടാങ്ക് നമുക്ക് എപ്പോഴും ഫുള്ളി സ്റ്റോർ ആയി കിടക്കും. അതുകൂടാതെ നമുക്ക് കിണർ വെള്ളം ഇത്രയൊക്കെ 2 ഓപ്ഷനുകളും ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടില്ല. അപ്പൊ നമുക്ക് ഇതിന് ഈ 3 വില്ലകളിൽ നിന്ന് ഒരു വില്ലയായിരിക്കും പരിചയപ്പെടുത്താൻ പറ്റുന്നത്. എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പോൾ ബാക്കിയുള്ള വീടുകൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ക്യാമറയിലൂടെ ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന 3 വീടുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഇന്നിപ്പോൾ സെയിലിനായി കിടക്കുന്ന ഈ 3 വില്ലകളുടെയും ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്താണ് ഈ കാണുന്ന എല്ലാ വീടുകളുടെയും ഡോറുകൾ ചെയ്തിരിക്കുന്നത്. എലിവേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. യാതൊരു വലിയ വ്യത്യാസമാണ് നമുക്ക് എടുത്ത് പറയാനില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടാണ്. ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടൊരു ട്രീ ഒക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഈ ഒരു എലിവേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് പെയിന്റ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മതിൽ നോക്കുവാണെങ്കിലും ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറാണ് മതിൽ ചെയ്തിരിക്കുന്നത്. 2 പില്ലറുകൾ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഭംഗിയുള്ള ബ്രൗൺ കളറിൽ ടെക്സ്ചർ വർക്കോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഗേറ്റ് വന്നിട്ട് ഞാൻ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ട് അവിടെ പ്രൊജക്ഷൻസ് ഉണ്ട്. ഒരു ചെറിയൊരു A ഷേപ്പ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിയായ രീതിയിൽ തന്നെയാണ് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കവേർഡ് കാർപോർച്ചിലാണ്. കാർപോർച്ചിന്റെ 2 പില്ലേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ടാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഇടയിലൊക്കെ ഗ്രാസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മെയിൻ കവേർഡ് കാർ പോർച്ചിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈലാണ് കാർ പാർക്കിങ്ങിനായിട്ടുള്ള ആ ഒരു സ്പേസിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ കാർ പോർച്ചിൽ നമുക്ക് ഒരു കാറാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു കാർ പാർക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു വലിയ സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ വീടിനകത്തേക്ക് കയറി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റോൺസ് ഒക്കെ വിരിച്ചിരിക്കുന്ന ഏരിയ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിറയെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ ചെന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയ സ്പേസിലാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണുന്നത് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് കാറൊക്കെ ഇട്ട് കഴിഞ്ഞാലും ബാക്കി ഒരുപാട് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചെടികൾ നടാനും ചെടിച്ചട്ടി വയ്ക്കാനും എങ്കിൽ പോലും ആളുകൾക്ക് കടന്നു പോകാനൊക്കെ നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് റൈറ്റ് സൈഡും ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള വഴി ചെന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നതും നമ്മളുടെ വർക്ക് ഏരിയയുടെ ഭാഗത്തായിട്ടാണ്.
അപ്പോൾ നമുക്ക് വർക്ക് ഏരിയയുടെ ഭാഗം വരെ രണ്ട് സൈഡിലൂടെയും ആളുകൾക്ക് പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ ചെറിയൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നുമല്ല. ആളുകൾക്ക് കടന്നു പോയാൽ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നല്ല സ്പേസാണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഈ കാർ പോർച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ഒക്കെയാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡോറിൻ്റെ ഫേസ് വന്നിട്ട് വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഒറ്റപ്പാളിൽ തീർത്തിരിക്കുന്ന ഒരു ഡോറാണ്. ഇത് വന്നിട്ട് ടീക്ക് വുഡിലാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഡോറ്, അതുപോലെ തന്നെ ഇവിടുത്തെ വിൻഡോസ് എല്ലാം തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇവിടുത്തെ വുഡുകളൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ, നല്ല ഇനം ആഞ്ഞിലിയിലും നല്ല ഇനം പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ഈ കാണുന്ന വീടിൻ്റെ ബാക്കിയുള്ള വുഡ് വരുന്ന സ്ഥലങ്ങളിലുള്ള വർക്കുകളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കാം. ഈ ഒരു വീടിൻ്റെ ലാൻഡ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ തീരെ കുറച്ചിട്ടൊന്നുമല്ല, നല്ല ലാൻഡ് അളവ് 4 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 സെൻറ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വീടിനകത്തും പുറത്തും എല്ലാം തന്നെ സ്പേസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. മെയിൻ ഡോർ തുറന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു ഏരിയ തന്നെ നമുക്ക് വിട്ടും ലെങ്ത്തും എല്ലാം ഇട്ടിട്ട് തന്നെയാണ് ലിവിങ് സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ 2 ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയയുടെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളറുള്ള ടൈലാണ് ഫ്ലോറിലെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ചെറിയ ഡിസൈൻ നമുക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി മെയിൻ ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. മൾട്ടി വുഡിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ട് കബോർഡും എല്ലാം കൊടുത്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം റൂഫിൽ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടി വുഡ് കൊണ്ടുള്ള നല്ല ഒരു ഭംഗിയുള്ള ഒരു സെപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്കുള്ള സെപ്പറേഷനാണ് ഈ കാണുന്നത്. പക്ഷെ ഇത് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടൊരു വുഡ് കളറിൽ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്ന രീതിയിലാണ് നമുക്ക് ഒരുപാട് ഷോക്കേസ് ഐറ്റംസും ഫ്ലവേഴ്സൊക്കെ വയ്ക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്കൊരു സ്പേസ് കാണാം. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് വിസിബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന് ഡൈനിങ്ങിലായിട്ട് അലൗ ചെയ്തിട്ടുള്ള സ്പേസിലാണ്. ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് നമുക്ക് ഈ ലെങ്തി ആയിട്ടുള്ള ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള ഭാഗം നോക്കിയാലും കാണാം അവിടെയും മൾട്ടി വുഡ് കൊണ്ടുള്ള നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരു വലിയ ക്യാബിനായിട്ട് ഡോറും ഫെസിലിറ്റി എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടേഴ്സൊക്കെ വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡൈനിങ് ഹാളിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ഏരിയ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഈ ഒരു സ്പേസ് വന്നിട്ട് മുകളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ലൈറ്റും ഫാൻ ഫിറ്റിങ്ങും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ അധികം വീടുകളിലൊന്നും കാണാത്ത ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കാണാം. കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ വീടുകളിൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെഡ്റൂമിനോട് അകത്തൂടെ പോയിട്ട് വേണം നമുക്ക് അവർക്ക് ആ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ കൊടുക്കാൻ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോമൺ ബാത്റൂം ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല താഴേക്ക് ഇറങ്ങിയുള്ള ബാത്റൂമായിട്ട് വെള്ളമൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് കോപ്പർ കളറിലുള്ള ടൈലാണ് അതിനകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം താഴെ വരുന്നുണ്ട്. ഇനി ഒരു കിച്ചൺ കാണാനുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്പേസിലാണ്. സെപ്പറേറ്റ് ഒരു ഏരിയയിലായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ ആയിട്ട് കബോർഡ് ഫെസിലിറ്റികളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം തന്നെ വന്നിട്ട് സെറയുടെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിൻ്റെ ഡോറ് വന്നിട്ട് ഇതുപോലെയൊരു മോഡലിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കബോർഡുകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടാൽ പോലും വീണ്ടും സ്പേസ് കിട്ടുന്ന രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നത്. 2 സൈഡിലായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വുഡൻ കളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് വാർഡ്രോബ് അവിടെ ചെയ്തിരിക്കുന്നത്.
മറ്റുള്ള ചില വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ബെഡ്റൂമിൽ പലരും പറയാറുണ്ട് റൂഫിൽ വർക്കുകളൊന്നും തന്നെ ആവശ്യമില്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ചോയ്സാണിത്. ഇതിൻ്റെ റൂഫിൽ യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല, ഫാൻ ഫിറ്റിംഗ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിനകത്തും താഴേക്ക് ഒരു പടി ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കിയാലും കാണാം, ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ താഴെ ഒരു ബെഡ്റൂമാണ് കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണിൻ്റെ ഡോർ വന്നിട്ട് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂ മോഡൽ പോലെ പലർക്കും ഓപ്പൺ കിച്ചണാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ് എങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും ക്ലോസ്ഡ് കിച്ചൺ തന്നെയാണ് ഇഷ്ടം. നമ്മുടെ പ്രൈവസി നഷ്ടമാകാത്ത രീതിയിൽ ഉള്ള കിച്ചൺ തന്നെയാണ് ഒരുപാട് പേര് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൈലിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കിച്ചണാണ്. 3-4 പേർക്ക് വരെയൊക്കെ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ഈ ഒരു കിച്ചണിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയസ് ചുറ്റിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്തെല്ലാം തന്നെ നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഈ ഒരു സ്ലാബിന് മുകളിൽ കാണുന്നത് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡിലും ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഈ ഒരു സ്ലാബൊക്കെ നോക്കുവാണെങ്കിൽ അതിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. കിച്ചണിൻ്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസും അവിടെ 4 കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ അകത്തെല്ലാം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പെയിൻറ്റ് വന്നിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫ്ലോർ വന്നിട്ട് കുറച്ച് ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ചെറിയൊരു ഫെസിലിറ്റി കൂടി ഇതുപോലെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയൊക്കെ ആണെങ്കിലും സ്റ്റോറേജ് സ്പേസുകളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റൂഫും സൈഡിലും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലായിട്ടുള്ള ഡോർ തുറന്ന് നമുക്ക് നേരെ ഫ്രണ്ടിലേക്കാണ് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ താഴത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സൈഡിലുള്ള ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ മുകളിൽ വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്ത് പോയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ടാണ്. നടന്നു പോകുന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ വന്നിട്ട് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ മുകളിലേക്ക് നോക്കിയാലും നിറയെ വർക്കുകളൊക്കെ ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കാനായിട്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ TV യൂണിറ്റ് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം വോളുകൾ നമുക്ക് അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് TV യൂണിറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ കയറി വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ബെഡ്റൂംസ് ഇവിടെ കാണാം. എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 2 ബെഡ്റൂംസും ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് നമുക്കിനി കാണാനുള്ളത്. ഇവിടെ താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. മുകളിലത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം കൂടെ നമുക്കിനി കാണാം. ഈ ഒരു വീട്ടിൽ 4 സെന്റ് സ്ഥലത്തുള്ള ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് എല്ലാ ബെഡ്റൂമുകളും കാണാൻ പറ്റുന്നത്. ഇവിടെയും നമുക്കൊരു ഡബിൾ കോട്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിൽ നല്ല വിഡ്ത്തും ലെങ്ത്തും കൊടുത്തിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ പ്ലെയിൻ ആയിട്ടാണ് അവിടെ ഒരു ഫാൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ടൈലാണ് അവർ വോളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 3rd ബെഡ്റൂമാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 3rd ബെഡ്റൂം വരുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് മറ്റ് 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് പൊടിക്ക് കുറച്ചൊരു വലുപ്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇടാനുള്ള സ്പേസ് ചെയ്തിട്ടാണ് ഈ 3ാമത്തെ ഫൈനൽ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും ആസ്യൂഷ്വൽ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് തന്നെയാണ് ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടാണെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ടൈല് തന്നെയാണ് ഇവിടുത്തെയും വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ കണ്ടത്.
ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു പാസേജ് പോലെ നമുക്ക് ഇവിടെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ സെർവന്റിന്റെ റൂം ആയിട്ട് വേണമെങ്കിൽ ഒരു കോട്ട് ഇടാനുള്ള സ്പേസും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. നല്ല അടച്ചുറപ്പോടുകൂടി വിൻഡോസും എല്ലാം കൊടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് നല്ലൊരു റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീട്ടിലുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള എല്ലാമാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പൊ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് 2 തട്ടായിട്ടൊക്കെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനും താഴത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വേറൊരു തട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പോർഷൻ അവർ റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഡ്രൈ ചെയ്യാൻ വയ്ക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഏരിയ വേണമല്ലോ. സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ നമുക്ക് എല്ലാ വീടുകളിലും മസ്റ്റ് ആണ്. അത് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ബാക്കിയൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും 150 മീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീടിനടുത്തായിട്ട് തന്നെ നമുക്ക് ധാരാളം സ്കൂളുകളും ഹോസ്പിറ്റൽ ഫെസിലിറ്റികളും ഒക്കെ തന്നെ ലഭ്യമാണ്. വളരെ എളുപ്പത്തിന് തന്നെ നമുക്കൊരു ഹാഫ് ആൻ അവറിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്ന ദൂരത്തിലാണ് സ്കൂളുകളും ഹോസ്പിറ്റലുകളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഇതിന് ചുറ്റുവട്ടത്താക്കിയായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇൻഫോ പാർക്കിലേക്കും 24 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നതാണ്. ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ട് 5 വില്ലകൾ വരുന്ന പ്രൊജക്ട് ആണ്. അതിനകത്ത് 2 എണ്ണമാണ് സെയിലായിരിക്കുന്നത്. ഇനി നമുക്ക് ഒരേപോലെയുള്ള 3 വില്ലകൾ കൂടിയാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല ടീക്ക് വുഡും പ്ലാവും അതുപോലെ ആഞ്ഞിലൊക്കെ ഉപയോഗിച്ചാണ് ഇതിന്റെ വുഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണർ വെള്ളവും അതുകൂടാതെ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കോട് കൂടിയ KW വാട്ടർ ഫെസിലിറ്റിയും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ വില്ലകളിലും നമുക്ക് 2 കാറുകളൊക്കെ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഇത്ര മനോഹരമായ വീടിന്റെ ബാക്കിയൊരു ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 4 സെന്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂമോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന വില 73 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഒന്നുകൂടെ പറയാം, ഈ വീട് ഇരിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് 4 സെന്റ് ആണ്. 4 സെന്റ് ലാൻഡിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് 1 യൂട്ടിലിറ്റി റൂമും 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയുമുള്ള ഈ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 73 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.